നന്നായിട്ട് ദാഹം തോന്നുമ്പോൾ മാത്രമാണോ നിങ്ങൾ വെള്ളം കുടിക്കാറുള്ളത്? അങ്ങനെയെങ്കിൽ തെറ്റി. നിങ്ങളുടെ ശരീരത്തെ പട്ടിണി കിടയാണെന്ന് വേണമെങ്കിൽ പറയാം. പലരും കരുതുന്നത് ദാഹം വരുമ്പോൾ മാത്രം വെള്ളം കുടിച്ചാൽ മതിയെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ദാഹം വരുന്നത് എന്ന് പറയുന്നത് ഒരു സിംറ്റമാണ്. അതായത് നമ്മുടെ ശരീരം ഡീഹൈഡ്രേറ്റഡ് ആയി കഴിഞ്ഞു, നമുക്ക് വെള്ളം വേണം എന്ന് നമ്മുടെ ശരീരം നമ്മളോട് പറയുന്നതാണ് ദാഹം തോന്നുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത്. പക്ഷെ അതിന് മുമ്പേ നമുക്ക് വെള്ളം കുടിക്കാൻ സാധിച്ചാൽ, അതായത് കൂടുതൽ കുടിക്കണമെന്നല്ല, സിപ്പായിട്ട് ഇടവിട്ട് നമുക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ശരീരം ഡീഹൈഡ്രേറ്റഡ് ആവുന്നത് ഒഴിവാക്കാൻ സാധിക്കും. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിന്റെ 75%, പ്രത്യേകിച്ച് തലച്ചോറിന്റെ 75% ജലമാണ്, വെള്ളമാണ്. ഈ വെള്ളം നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞാൽ ഉണ്ടാവുന്ന പല ബുദ്ധിമുട്ടുകളുണ്ട്. അതായത് ക്ഷീണം തോന്നുക, തളർച്ച തോന്നുക, നമുക്ക് ഫോക്കസ് നഷ്ടപ്പെടുക, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ക്ഷീണം തളർച്ചയൊക്കെ വന്നാൽ അറിയാമല്ലോ, നമുക്കത് മുമ്പോട്ട് തുടർന്ന് കൊണ്ടുപോകുന്നതിനകത്ത് ബുദ്ധിമുട്ടുകൾ നേരിടും. വെള്ളം കുടിക്കുന്നത് നിസ്സാരമാണെന്ന് തോന്നാമെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ വർക്കിനെയും ലൈഫിനെയും ഒക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് വെള്ളം കുടിക്കുന്നത് നിസ്സാരമായി കാണരുത്. ശരീരം പ്രവർത്തിക്കാൻ ജലം ഏറ്റവും അത്യാവശ്യമാണ്, ഭക്ഷണം പോലെ തന്നെ. അതുകൊണ്ട് അതായത് ദാഹം വരുന്നത് വരെ നോക്കി നിൽക്കാതെ ഇടവിട്ട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ ശീലത്തിന്റെ, ദൈനംദിന ശീലത്തിന്റെ ഭാഗമാക്കി അത് മാറ്റിയെടുക്കണം. വെള്ളം കുടിക്കാൻ മടിയുള്ള നിങ്ങളുടെ സുഹൃത്തിനെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും, അവരും കാണട്ടെ. താങ്ക്